വെൽക്കം ടു വെൽ ഫോക്കസ്. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചെക്ക് എന്താണെന്നുള്ളതാണ്. സോ വി ക്യാൻ ലുക്ക് ഇൻ ദ ഡെഫിനിഷൻ. According to Negotiable Instruments Act 1881 defined a check as a bill of exchange drawn on specified banker and not expressed to be payable otherwise than on demand. എന്താണ് ചെക്ക് എന്ന് പറയുന്നത്? ചെക്ക് എന്ന് പറയുന്നൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. എന്താ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? അത് എന്താണ്? ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ്, പേയ്മെൻറ്റ് ഓഫ് മണിയാണ്. അതെന്ത് ചെയ്യുന്നു? ഡ്രോ ചെയ്യുന്നു. ഡ്രോയി എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ടു പേ സർട്ടൻ എമൗണ്ട് ഓഫ് മണി അല്ലേ. അങ്ങനെ അൺകണ്ടീഷണൽ ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അങ്ങനെയുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്ക്. ഒരു സ്പെസിഫൈഡ് ബാങ്കിൻ്റെ മുകളിലാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യുന്നത്. ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പെയ്ഡ് അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ മുകളിൽ അത് മറ്റൊരു തരത്തിൽ എന്ത് ചെയ്യരുത്? പേയ്മെൻറ്റ് നടത്തരുത്. സോ എന്താണ് ചെക്ക്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. എന്താണ് നമ്മുടെ ഫീച്ചേഴ്സ്? ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിങ്ങിലായിരിക്കും, റിട്ടേൺ ഇൻ ഇങ്ക്, നോട്ട് ബൈ പെൻസിൽ. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് റൈറ്റിങ്ങിലായിരിക്കണം. ഓൾമോസ്റ്റ് എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനുമുള്ള കുറച്ച് പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും പഠിച്ച് മനസ്സിലുണ്ടാവും. അതിലെ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ചെക്കിലും വരുന്നുണ്ട് കേട്ടോ. അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. ഇറ്റ്സ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്ക്. ഒരു സ്പെസിഫൈഡ് ബാങ്കിലായിരിക്കണം ഇത് ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഡ്രോൺ ബൈ എ കസ്റ്റമർ ഹു ഹസ് ഡെപ്പോസിറ്റഡ് മണി വിത്ത് എ ബാങ്ക്. ബാങ്കിൽ മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ് ചെക്ക് ഡ്രോ ചെയ്യേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി സൈൻ ബൈ അക്കൗണ്ട് ഹോൾഡർ അതിൽ സൈൻ ചെയ്തിരിക്കണം. ഇറ്റ്സ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡിൽ ബേസിൽ മാത്രമേ പേ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ഓർഡർലി അല്ല, ഓർഡർ ടു പേ സർട്ടൻ സം ഓഫ് മണി പേ ചെയ്ത ഓർഡർ അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. ചെക്ക് ഈസ് പേയബിൾ ടു സ്പെസിഫൈഡ് പേഴ്സൺ ഓൺലി. ചെക്ക് നിങ്ങൾക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസ് നോട്ടിനേക്കാളും ചെക്ക് നമുക്ക് കുറച്ചുകൂടി എന്താണ് ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എഴുതാൻ കിട്ടും. റൈറ്റിങ്ങിലായിരിക്കണം, അതിന് അക്കൗണ്ട് ഹോൾഡർ സൈൻ ചെയ്തിരിക്കണം, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി പേ ചെയ്യാനായിരിക്കണം, സ്പെസിഫിക് ബാങ്കിൽ നമ്മൾ ആ ഡ്രോ ചെയ്യുന്ന ആൾ ആ ബാങ്കിൽ അക്കൗണ്ടുള്ള ആളായിരിക്കണം. ഇതൊക്കെ നമുക്ക് ചെക്ക് കുറച്ചുകൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ പാർട്ടീസ് ടു ചെക്ക് ആരാണ്? ഫസ്റ്റ് ഡ്രോയർ ഈസ് ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ചെക്ക്. അങ്ങനെയാണ് ചെക്ക് ഡ്രോ ചെയ്യുന്നത്, അതാണ് ഡ്രോയർ. ദ ഡെപ്പോസിറ്റർ ഓഫ് മണി ഇൻ ബാങ്കിൽ മണി ഡെപ്പോസിറ്റ് ചെയ്ത ആളായിരിക്കും അല്ലേ. അപ്പോൾ അയാളാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഇനി ഡ്രോയീസ് ദ ഡ്രോയേഴ്സ് ബാങ്കർ ഓൺ ഹും ദ ചെക്ക് ഹാസ് ബീൻ ഡ്രോൺ. ആരാണോ ഡ്രോയറുടെ ബാങ്കറായിട്ട് വരുന്നത് അതാണ് ഡ്രോയി. ആൻഡ് പേ ഈസ് ദ പേഴ്സൺ ഹു ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ പേയ്മെൻറ്റ് ഓഫ് ചെക്ക്. ഈ ചെക്കിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ആരാണോ അദ്ദേഹമാണ് പേയി എന്ന് പറയുന്നത്. സോ ഡ്രോയർ എന്ന് പറയുന്നത് ആ അക്കൗണ്ടിൽ മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, അയാളാണ് ചെക്ക് ഡ്രോ ചെയ്യുന്നത്. ഡ്രോയി എന്ന് പറയുന്നത് എവിടെയാണോ, ഏത് ബാങ്കിൻ്റെ മുകളിലാണോ ബില്ല് ഡ്രോൺ ചെയ്തിരിക്കുന്നത് ആ സ്പെസിഫൈഡ് ബാങ്കർ ആരാണോ അതാണ് ഡ്രോയി. പേയി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കാണോ ഈ റിസീവ് ഓഫ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ളത് അയാളാണ് പേയി എന്ന് പറയുന്നത്. നമുക്ക് ടൈപ്പ് ഓഫ് ചെക്ക് അതർവൈസ് ദ കൈൻഡ്സ് ഓഫ് ചെക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, bearer check. The word or bearer printed on the check. It is not cancelled, then the check is called bearer check. Or bearer എന്നൊരു വേർഡ് എന്തിട്ടുണ്ടാവുക? ചെക്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ക്യാൻസൽ ആവത്തില്ല. A bearer check is made payable to bearer, that is it is payable to the person who present it to the bank for encashment. bearer check നമ്മൾ ബെയറർക്കാണ് പേയ്മെൻറ്റ് ചെയ്യുക. അതായത് ആരാണോ ആ ചെക്ക് അപ്പോൾ ബെയർ ഇരിക്കുന്നത് അയാൾക്കായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. അതായത് ആരാണോ ഇത് ബാങ്കിൽ എൻകാഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കിൽ ഈ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അയാൾക്കായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുക. ഇൻ സിമ്പിൾ വേർഡ്സ്, എ ചെക്ക് ഈസ് പേയബിൾ ടു എനി പേഴ്സൺ who present it for the payment at the bank counter is called bearer check. ഓക്കെ, bearer check സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ അതായത് ഒരാൾക്ക് ചെക്ക് എഴുതി കൊടുക്കുന്നു, ഒരു സ്പെസിഫൈഡ് പേഴ്സൺ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ചെക്ക് ആരാണോ എൻകാഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അയാൾക്കായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ആവുക. അതാണ് bearer check. ഓർ bearer എന്ന ആ ചെക്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഓർഡർ ചെക്ക്.
The word or order is written on the face of the check. The check is called an order check. Or order എന്ന് അതിൻ്റെ ചെക്കിൻ്റെ ഫേസിൽ എന്തിട്ടുണ്ടായിരിക്കും റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണ് ഓർഡർ ചെക്ക്. സോ ചെക്ക് ഈസ് പേബിൾ ദ പേഴ്സൺ സ്പെസിഫൈഡ് ദർ. ആ ഒരു ചെക്കിൽ സ്പെസിഫൈ ചെയ്ത ആൾക്ക് മാത്രമേ ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുകയുള്ളൂ, പേയബിൾ ആയിരിക്കുള്ളൂ. ഒരു എനി വൺ ടു ഹും ഇറ്റ് ഈസ് എൻഡോസ്, അല്ലെങ്കിൽ ആർക്കാണോ ചെക്ക് എൻഡോസ് ചെയ്ത് അവർക്ക് മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുള്ളൂ. ഓക്കെ, ചെക്ക് ഈസ് പേയബിൾ ടു ദ പേഴ്സൺ സ്പെസിഫൈഡ് ദർ. ബെയറർ പോലെ ബെയറർ ചെക്ക് പോലെ ആരാണോ ഇത് പേയ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടില്ല. ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അയാൾക്ക് മാത്രമേ പേയ്മെൻറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആർക്കാണോ ഇൻട്രസ്റ്റ് ചെയ്ത് അയാൾക്കാണ് കിട്ടുക. നോക്കുക, കണ്ടോ ഓർ ഓർഡർ എന്ന് കണ്ടോ ഇവിടെ ഓർ ഓർഡർ. ഇവിടെ നോക്കൂ, നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ നീതു ചെക്ക് വാൾ. അപ്പോൾ നമ്മളങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാണ് ഓർഡർ ചെക്കിൻ്റെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണുന്ന ചെക്കാണ് ഓപ്പൺ ചെക്ക്. വെൻ എ ചെക്ക് ഈസ് നോട്ട് ക്രോസ്ഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ ചെക്ക് ഓർ അൺക്രോസ്ഡ് ചെക്ക്. ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്നില്ല, ആ ചെക്കിനെ നമ്മൾ എന്ത് പറയും, ഓപ്പൺ ചെക്ക് അല്ലെങ്കിൽ അൺക്രോസ്ഡ് ചെക്ക്. ക്രോസിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ദിസ് ചെക്ക് മേ ബി ക്യാഷ് ടു എനി ബാങ്ക് ആൻഡ് ദ പേയ്മെൻറ്റ് ഓഫ് ദ ചെക്ക് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അറ്റ് ദ കൗണ്ടർ ഓഫ് ദ ബാങ്ക് ഓർ ട്രാൻസ്ഫർ ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ ബൈഡർ. ചെക്ക് ക്രോസ് ചെയ്തില്ലെങ്കിൽ എന്താണ്, ഓപ്പൺ ചെക്കാണ്. ഈ ചെക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, എൻക്യാഷ് ചെയ്യാം. അതുപോലെ തന്നെ എൻക്യാഷ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ബാങ്ക് കൗണ്ടർ വഴി നമുക്ക് പേയ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ ബെയറുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് പോകും, ആണ് ഓപ്പൺ ചെക്ക്. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രോസിംഗ് ചെക്ക് മീൻസ് ഡ്രോയിങ് 2 parallel lines on the left corner of the check with or without additional words like account pay only or not negotiable. അതായത് നമ്മൾ ചെക്കിൻ്റെ ലെഫ്റ്റ് കോർണറിൽ 2 പാരലൽ ലൈന് എന്താണ് ഡ്രോ ചെയ്യാണ്. മേ ബി അതിൻ്റെ ഉള്ളിൽ നമുക്ക് അക്കൗണ്ട് പേ ഓൺലി എന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യാം. ബട്ട് അങ്ങനെ അല്ലെങ്കിൽ പോലും അത് ക്രോസ്ഡ് ആയിട്ട് കണക്കാക്കും. A cross check cannot be encashed at the cash counter of a bank, but it can only credited to payee's account. അപ്പോൾ ക്രോസ് ചെക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് അങ്ങനെ കൗണ്ടർ വഴി ഒന്നും പേയ്മെൻറ്റ് തരില്ല, നേരെ എന്താണ് പേയീസിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഒരു എൻകാഷ്മെൻറ്റ് പോവുക. ദിസ് ഈസ് എ സേഫർ വേ ഓഫ് ട്രാൻസ്ഫറിങ് മണി ദൻ അൺക്രോസ്ഡ് ഒരു ഓപ്പൺ ചെക്ക്. അൺക്രോസ് ചെക്ക് വഴിയും ഓപ്പൺ ചെക്കിനേക്കാളും ഒക്കെ എന്താണ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സേഫർ ആയിട്ടുള്ള വേ ആണ് ക്രോസ്ഡ് ചെക്ക്. എന്താ ക്രോസ് ചെക്ക് പറഞ്ഞാൽ, അക്കൗണ്ടിൽ ലെഫ്റ്റ് കോർണറിൽ പാരലൽ ലൈനിൽ വരയ്ക്കുന്നു, ഇതിൽ അക്കൗണ്ട് പേ ഓൺ നോട്ട് നെഗോഷ്യബിൾ എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ ചെക്കിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കൗണ്ടർ വഴി കിട്ടത്തില്ല, നേരെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുക. ഇറ്റ്സ് മോർ സേഫർ ദാൻ ഓപ്പൺ ഓർ അൺക്രോസ്ഡ് ചെക്ക്. ഇത് കണ്ടോ, ലെഫ്റ്റ് കോർണറിൽ പാരലൽ ലൈനിട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ, ദിസ് ഈസ് എന്താണ്, ദിസ് ഈസ് ക്രോസ്ഡ് ചെക്ക്. ഇനി ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ചെക്ക് in which the drawer mention the date earlier than the date on which it present to the bank, it is called anti-dated check. അതായത് ബാങ്കിൽ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റിൻ്റെ മുന്നേയുള്ള ഡേറ്റ് എന്ത് ചെയ്യുന്നു, ചെക്കിൽ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ അതിന് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയും. സോ ചെക്ക് ഈസ് വാലിഡ് അപ് ടു 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ചെക്ക് ഡ്രോ. ചെക്ക് ഡ്രോ ചെയ്തതിന് ശേഷം 6 മാസം വരെയാണ് ചെക്ക് വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റിന് മുന്നേയുള്ള ഡേറ്റ് എന്ത് ചെയ്യും, അതിൽ മെൻഷൻ ചെയ്യും. ആ ചെക്കിനെ ഡ്രോ ചെയ്തിട്ട് 6 മാസം വരെ എന്തേ ഉള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. അതാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ഇനി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ചെക്ക് ഓൺ വിച്ച് ഡ്രോയർ മെൻഷൻ ദ ഡേറ്റ് വിച്ച് ഇസ് ഇറ്റ് ടു കം ടു ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റഡ്, ഇറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അപ്പോൾ മറ്റേതുപോലെ തന്നെ ഇതിൽ ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൽ നമ്മൾ പ്രസൻമെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു ഡേറ്റ് ആണ് എന്ത് ചെയ്യുക, ഇറ്റ് ടു കം, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഡേറ്റ് ആണ് നമ്മളിതിൽ പ്രസൻറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മെൻഷൻ ചെയ്യുക. ഇനി വരാൻ പോകുന്ന ഡേറ്റ് ആയിരിക്കും ചെക്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. അതിനാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുക. ഇപ്പോൾ ചെക്ക് 10th March 2025 പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ചെക്കിൽ 25 March 2025 എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. സോ ബാങ്ക് വിൽ മേക്ക് പേയ്മെൻറ്റ് ഓൺലി ഓൺ ആഫ്റ്റർ 25th March 2025. 25th March 2025 കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, ബാങ്ക് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി സ്റ്റേൽ ചെക്ക്. ഇഫ് എ ചെക്ക് ഇസ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ആഫ്റ്റർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ചെക്ക്, ഇറ്റ് ഈസ് കോൾഡ് സ്റ്റേൽ ചെക്ക്. ഒരു ചെക്ക് ഡ്രോൺ ചെയ്തു, ആ ചെക്ക് ഡ്രോൺ ചെയ്തതിൻ്റെ 6 months കഴിഞ്ഞതിന് ശേഷമാണ് ആ ചെക്ക് പേയ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചെക്കിൽ സ്റ്റേൽ ചെക്ക് എന്ന് പറയാം. ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദ പീരീഡ് നോ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ബൈ അഗെയിൻസ്റ്റ് ദ ചെക്ക്.
അതായത് ആ ഒരു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ ബാങ്ക് ആ ചെക്കിനെതിരെ ഒരു പേയ്മെൻറ്റും എന്ത് ചെയ്യില്ല. അതായത് ചെക്ക് ഡ്രോ ചെയ്യുന്നു, 6 months ശേഷം പ്രസൻറ്റ് ചെയ്യുന്നു ഫോർ ദ പേയ്മെൻറ്റ്. അത് ഇസ് കോൾഡ് സ്റ്റേൽ ചെക്ക്. ആൻഡ് ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദ പീരിയഡ് നോ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ബൈ ബാങ്ക് അഗെയിൻസ്റ്റ് ദാറ്റ് ചെക്ക്. ഇനി മൾട്ടിലേറ്റർ ചെക്ക് when a check is torn ആണ്. ഓക്കെ അപ്പോൾ multi-letter check when a check is torn into 2 or more pieces and presented for payment, such a check is called multi-letter check. ഒരു ചെക്ക് എന്താണ് നമ്മൾ ടോൺ ആവുക എന്ന് പറഞ്ഞാൽ കീറിയിട്ട് രണ്ടോ അല്ലധികം പീസസ് ആവുകയാണ്, എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റിനോട് പ്രസൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ചെക്കുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെക്കുകളെ നമുക്ക് എന്ത് പറയാം, മൾട്ടി-ലെറ്റർ ചെക്ക് എന്ന് പറയാം. ദ ബാങ്ക് വിൽ നോട്ട് മേക്ക് എ പേയ്മെൻറ്റ് അഗെയിൻസ്റ്റ് സച്ച് എ ചെക്ക് വിതൗട്ട് ഗെറ്റിംഗ് കൺഫർമേഷൻ ഓഫ് ദ ഡ്രോയർ ആട്ടോ, ചെക്കല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പീസായിട്ടുള്ള ചെക്കൊക്കെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിൽക്കുമ്പോൾ അവരെന്താണ്, ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് ദേ വിൽ നോട്ട് മേക്ക് പേയ്മെൻറ്റ് അല്ലേ. എങ്ങനെയായിട്ട് പേയ്മെൻറ്റ് ചെയ്യുള്ളൂ, പിന്നെ ഡ്രോയറുടെ നിന്ന് കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യുള്ളൂ. ഇത്രയേ ഉള്ളൂ. ആകെ ഒരു 8 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 8 കൈൻഡ്സ് ഓഫ് ചെക്ക് എന്ന് പഠിച്ചിട്ടുള്ളൂ. ചെക്ക് ഡെഫിനിഷൻ, പാർട്ടീസ് ഒക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ.